കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനമാണ്. പാദങ്ങൾ കഴുകിയ ഗുരു. ഒരു ഗ്രാമത്തിൽ വളരെ പ്രശസ്തനായ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും ആദരിച്ചിരുന്നു. ഒരു ദിവസം സ്കൂളിൽ ഒരു കുട്ടി മഴയിൽ നനഞ്ഞ് ചെളി പിടിച്ച കാലുകളുമായി എത്തി. മറ്റു കുട്ടികൾ അവനെ പരിഹസിച്ചു. അധ്യാപകൻ ഒന്നും പറയാതെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ആ കുട്ടിയുടെ കാലുകൾ കഴുകി വൃത്തിയാക്കി. കുട്ടികൾ അത്ഭുതപ്പെട്ടു. അധ്യാപകൻ പറഞ്ഞു, മറ്റുള്ളവരെ സേവിക്കുവാൻ തയ്യാറാകുന്നവനാണ് യഥാർത്ഥത്തിൽ വലിയവൻ. ആ ദിവസം മുതൽ ആ കുട്ടികൾ പരസ്പരം സഹായിക്കുവാനും സ്നേഹിക്കുവാനും തുടങ്ങി. ഈ കഥ നമ്മെ യേശുവിന്റെ മാതൃകയിലേക്ക് നയിക്കുന്നു. അന്ത്യത്താഴ സമയത്ത് യേശു തന്റെ ശിഷ്യരുടെ കാലുകൾ കഴുകി. ആ കാലഘട്ടത്തിൽ അടിമകൾ ചെയ്യുന്ന ജോലിയായിരുന്നു അത്. എന്നാൽ ലോകത്തിന്റെ നാഥനായ യേശു തന്റെ ശിഷ്യരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകി. പത്രോസ് ആദ്യം അത് സമ്മതിച്ചില്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശേഷം യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് വിനയമാണ് യഥാർത്ഥ മഹത്വം. സ്നേഹം വാക്കുകളിലല്ല, സേവനത്തിലാണ്. മറ്റുള്ളവരെ താഴ്ത്താതെ ഉയർത്തുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും സേവന മനോഭാവത്തോടെ ജീവിക്കുമ്പോഴാണ് യേശുവിന്റെ ശിഷ്യരാകുന്നത്. നമ്മുടെ ജീവിത സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും ജോലിസ്ഥലത്തും ഇടവകയിലും ആരെയെങ്കിലും സഹായിക്കുവാൻ ഇന്ന് നാം തയ്യാറാകുമോ? യേശു കാണിച്ച വഴിയായ സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും സേവനത്തിന്റെയും പാതയാണ് സ്വർഗത്തിലേക്കുള്ള വഴി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ യേശുവേ, അങ്ങ് ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ഞങ്ങൾക്ക് വിനയത്തിന്റെയും സേവനത്തിന്റെയും മാതൃക കാണിച്ചു തന്നു. സ്വാർത്ഥത മാറ്റി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകയിലും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉപകരണങ്ങളായി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകൾ